പട്ടിയാക്കുന്ന പട്ടിയെ ആടാക്കുന്ന ഒരു ഷോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടായിപ്പാണ്. ഇതൊരു പ്രീ പ്ലാൻഡ് ഷോയാണ്. ഇത് ഭയങ്കര ജെനുവിനിറ്റിയോ നിങ്ങളുടെ പ്രേക്ഷക വിധിയിലോ ഒന്നും പോകുന്നൊരു ഷോ അല്ല. പച്ചയായ മനുഷ്യജീവിതം കാണിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് മലയാളികളുടെ സ്വന്തം ലാലേട്ടനും. എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന ഷോ ആണിതെന്ന് പല അഭ്യൂഹങ്ങളും പണ്ട് മുതലേ വന്നിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ പിന്നാമ്പുറം ഇത്രയും ചർച്ചയാവുന്നത് ഈ വർഷമാണ്. പലരും മുമ്പ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കൂട്ടത്തോടെ പറയുന്നു. സത്യത്തിൽ ഗെയിം കളിക്കുന്നത് മത്സരാർത്ഥികളാണോ അതോ ഷോ നടത്തിപ്പുകാരോ? ഒരുപാട് പ്രശസ്തിയും പണവും കിട്ടുന്ന നിധിയായ ബിഗ് ബോസിലേക്ക് കണ്ണുമടച്ചു പോകാനൊരുങ്ങുന്നവർ സിബിൻ പറയുന്നത് കേൾക്കുക. ബിഗ് ബോസിൽ താൻ അനുഭവിച്ച ദുരനുഭവങ്ങൾ തുറന്നു പറയുകയാണ് സിബിൻ. മാനുഷിക പരിഗണന പോലും ഇല്ലാതെ അവർ ചെയ്ത ക്രൂരതകൾ പോലീസിൽ പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ റെസിപ്റ്റ് ഉൾപ്പെടെയാണ് സിബിൻ മാധ്യമങ്ങളെ കണ്ടത്. തന്റെ കൈവശമുള്ള എല്ലാ തെളിവുകളും നിരത്തി മാധ്യമങ്ങളോട് സംസാരിച്ചു. തമിഴ്നാട് DGPക്ക് പരാതി നൽകി. അത് FIRൽ സ്വീകരിച്ച് റെസിപ്റ്റായി കിട്ടിയത് ഇന്നലെയാണ്. അതിനാലാണ് ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചത്. കേരള DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഷോയിൽ ചില നീതികേടുകൾ നടക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഞാൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ചെയ്തു. അതിന് അവർ അകത്തേക്ക് വിളിച്ച് എനിക്ക് ആദ്യ വാർണിംഗ് തന്നു. ഇതിനുശേഷം ഗെയിമിന്റെ ഭാഗമായുള്ള ഒരു പണിഷ്മെന്റ് എന്ന പേരിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. മുറികളിൽ കയറാൻ പാടില്ല എന്ന ഓർഡർ വന്നു. ഏത് മുറിയിൽ കയറി ഉറങ്ങാൻ ശ്രമിച്ചാലും അവിടെ അപ്പോൾ ലൈറ്റ് ഇടും. ലിവിംഗ് ഏരിയ പോലുള്ള പൊതുവിടങ്ങളിൽ ഉറങ്ങാൻ കിടന്നാൽ അപ്പോൾ അനൗൺസ്മെന്റ് വരും അവിടെ ഉറങ്ങാൻ പാടില്ലെന്ന്. പിറ്റേ ദിവസമാണ് പൂജയ്ക്ക് നടുവേദന അനുഭവപ്പെട്ടത്. തൊട്ടടുത്ത് മെഡിക്കൽ റൂമും ഡോക്ടേഴ്സും ആവശ്യത്തിന് ആംബുലൻസുമുള്ള ബിഗ് ബോസ് ഷോയിൽ അവർ മണിക്കൂറുകളോളം, ഏകദേശം 3 മണിക്കൂറോളം പൂജയെ അവിടെ കിടത്തിയിരുന്നു. പൂജയുടെ കരച്ചിൽ പോലും കണ്ടന്റാക്കി എടുക്കാനാണ് ബിഗ് ബോസ് ശ്രമിച്ചത്. പൂജ അവിടെ വയ്യാതെ കിടക്കുമ്പോൾ എല്ലാ മത്സരാർത്ഥികളെയും പുറത്താക്കി അകത്തെ കതകടച്ചു ബ്ലൈൻഡ്സ് ഇട്ടു. വീണ്ടും ബ്ലൈൻഡ്സ് മാറ്റി കതക് തുറന്ന് മത്സരാർത്ഥികളെ ഉള്ളിൽ കയറ്റി. ഇങ്ങനെ പല രീതിയിലും കണ്ടന്റുകൾ എടുത്തുകൊണ്ടിരുന്നിട്ടും പൂജയെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. ഇതോടുകൂടി സിബിന് മനസ്സിലായി ഇതൊരു മാനുഷിക പരിഗണനയും നൽകാത്തൊരു ഷോ ആണെന്ന്. ഉറക്കമില്ലായ്മയും ഇത്തരം ചിന്തകളും കൂടി ആയപ്പോൾ ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു. പരിചയമുള്ള ചിലർ ബിഗ് ബോസിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം, പുറത്തു പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. തുടർന്ന് കൺഫെഷൻ റൂമിൽ വിളിച്ച് സിബിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ സിബിൻ അതിന് വഴങ്ങിയില്ല. ഇവിടുത്തെ ക്രിയേറ്റീവ് ടീമിന് ഒട്ടും വിശ്വാസമില്ല. അതിനാൽ ഈ ഷോയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും പുറത്തുവിടാതായപ്പോൾ പിറ്റേന്ന് നിസ്സഹകരണം പ്രഖ്യാപിച്ചു. രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതിരുന്നു. ഒരു മത്സരങ്ങളിലും പങ്കെടുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തന്നു. പക്ഷെ അത് വീഡിയോ കോളിലൂടെ ആയിരുന്നു. ഡോക്ടർ സാവന്ത് എന്ന സൈക്കോളജിസ്റ്റാണ് ബന്ധപ്പെട്ടത്. മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യയിലെ എല്ലാ ബിഗ് ബോസ് ഷോകളിലും ഇദ്ദേഹം തന്നെയാണ് സൈക്കോളജിസ്റ്റ്. സൈക്കോളജിസ്റ്റ് പറഞ്ഞത് സിബിന് ഉറക്കം അത്യാവശ്യമാണ്, അതിനായി സ്ലീപ്പിംഗ് പിൽസ് എടുക്കാനാണ്. എന്നാൽ ഇതുവരെ സൈക്കാട്രിക് ഡ്രഗും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതിനാൽ സ്ലീപ്പിംഗ് പിൽസ് എടുക്കില്ലെന്ന് സിബിൻ പറഞ്ഞു. സിബിന് വിശ്രമം ആവശ്യമാണെന്ന് സൈക്കോളജിസ്റ്റ് പറഞ്ഞു. പുറത്തുപോയി വിശ്രമിക്കാൻ എന്നാൽ സിബിനെ അനുവദിച്ചില്ല. മറിച്ച് ബിഗ് ബോസ് ഷോയുടെ ഏറ്റവും തലപ്പത്തുള്ള 3 പേർ സിബിനെ കാണാനെത്തി. അങ്ങനെ തോന്നുമ്പോൾ പുറത്തു പോകാൻ പറ്റുന്ന ഒരു ഷോ അല്ല ഇതെന്നും, എപ്പോൾ വരണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്നാൽ എപ്പോൾ പോകുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നവർ സിബിനോട് പറഞ്ഞു. കൂടാതെ ഒരു ഗുളിക കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. സിബിൻ അതിന് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ അന്ന് ആ മരുന്ന് കൊടുത്തില്ല. തിരിച്ച് സിബിനെ വീട്ടിലേക്ക് കയറ്റിവിട്ടു. അന്ന് രാത്രിയും പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സിബിന് സാധിച്ചില്ല. ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസവും സിബിൻ പുറത്തു പോകണമെന്ന ആവശ്യം ബിഗ് ബോസിനോട് പറഞ്ഞു. 24 മണിക്കൂർ ഉറങ്ങാതിരുന്നതിനാലും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നതിനാലും ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് സിബിൻ അവരെ അറിയിച്ചു. തനിക്ക് വിശ്രമം അത്യാവശ്യമാണെന്ന് സിബിൻ അവരോട് പറഞ്ഞു. തുടർന്ന് ഒരു കാറിൽ കണ്ണ് കെട്ടിക്കയറ്റി 15 മിനിറ്റ് അപ്പുറമുള്ള ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഹോട്ടൽ സൈലന്റിലേക്കാണ് സിബിനെ കൊണ്ടുപോയത്. അവിടെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അന്ന് നല്ലവണ്ണം വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ ശേഷം സൈക്കോളജിസ്റ്റ് വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ പറഞ്ഞത് പുറത്തു പോകാൻ സാധിക്കില്ല, എന്തായാലും മത്സരത്തിൽ തുടർന്നേ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ സിബിൻ ഷോയിൽ തുടരാൻ സമ്മതിക്കുന്നു. കൂടാതെ ഡോക്ടർ ഒരു സ്ലീപ്പിംഗ് പിൽസും കൊടുക്കുന്നു. അതും കഴിച്ചു. ആ ഗുളിക കഴിച്ചതിന്റെ പേരിൽ നന്നായി ഉറങ്ങി പിറ്റേന്ന് ഉണർന്നു. പിറ്റേന്ന് രാവിലെ 2 ഗുളികകൾ അവർ സിബിന് നൽകി. അത് കഴിച്ചതോടുകൂടി സിബിന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. വളരെ ക്ഷീണിതനാകുകയും ചെയ്ത സിബിൻ ഉറങ്ങിയതിനു ശേഷം വൈകുന്നേരമാണ് എണീക്കുന്നത്. വൈകുന്നേരം ഉണർന്നപ്പോൾ വീണ്ടും 2 ഗുളികകൾ കൊണ്ടുവന്നു. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളികകൾ കഴിക്കില്ലെന്ന് സിബിൻ പറഞ്ഞു.
സിബിന്റെ റൂമിൽ എന്റെ മോൾ ഷൈനിന്റെ ഒരു സ്റ്റാഫ് ഷാഡോ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ സിബിൻ മരുന്ന് കഴിക്കാൻ തയ്യാറല്ലെന്ന് മുകളിലേക്ക് വിളിച്ചറിയിക്കുകയും തുടർന്ന് പ്രിസ്ക്രിപ്ഷൻ വാട്സാപ്പിൽ അയച്ചു തരികയും ചെയ്തു. പ്രിസ്ക്രിപ്ഷനിൽ 2 ഗുളികകളിൽ ഒരെണ്ണത്തിന്റെ പേര് ഒലാക്സപ്പൈൻ എന്നാണ്, മറ്റൊരെണ്ണത്തിന്റെ പേര് ഓർമ്മയില്ല. ഒലാക്സപ്പൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടെയുള്ള വ്യക്തിയോട് ഗൂഗിൾ ചെയ്ത് അർത്ഥം പറഞ്ഞു തരാൻ പറഞ്ഞു. സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡറിനുള്ള മരുന്നായിരുന്നു അത്. ഈ 2 അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം 6 മാസത്തെ കൺസൾട്ടേഷൻ വേണം. എന്നാൽ സിബിൻ ഇത് കൊടുത്തത് വെറും ഒരു വീഡിയോ കോളിന്റെ പേരിൽ. ആ ഗുളികകൾ കഴിക്കില്ലെന്ന് സിബിൻ തറപ്പിച്ചു പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്നയാൾ ഹയർ അതോറിറ്റീസിനെ വിവരമറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്: മത്സരത്തിൽ സിബിന് തുടരണമെന്നുണ്ടെങ്കിൽ ഈ ഗുളികകൾ കഴിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ നിർബന്ധിതനായി സിബിൻ ആ ഗുളികകൾ കഴിക്കുന്നതായി ആക്ട് ചെയ്തു. കഴിക്കുന്നത് പോലെ കാണിച്ച് ആ ഗുളികകൾ കളഞ്ഞു. കൂടെ ഉണ്ടായിരുന്നയാൾ ചിലപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. 3 ദിവസം ആ ഹോട്ടൽ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതിരിക്കുകയും ചെയ്തു. 4ാമത്തെ ദിവസം സിബിനെ കാണാൻ ഷോയുടെ 3 അധികൃതർ സിബിനെ കാണാനെത്തി. അവർ പറഞ്ഞു സിബിൻ ഈ ഷോയിൽ തുടരാൻ പറ്റില്ല, ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്. കൂടാതെ അവർ ഗുളികകൾ കഴിക്കാൻ സിബിനെ നിർബന്ധിച്ചു. അവർ 3 പേരും ചേർന്ന് നിർബന്ധിച്ച് സിബിനെ ഗുളിക കഴിപ്പിച്ചു. ആ ദിവസം വൈകിട്ട് സിബിന്റെ എമർജൻസി കോണ്ടാക്ട് ആയ ഒരു സുഹൃത്തുമായി സംസാരിക്കാൻ അവസരം നൽകി. ആ സുഹൃത്ത് വഴി അറിഞ്ഞത് ബിഗ് ബോസിൽ നിന്നും സിബിന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞത് സിബിന് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്നും ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും സഹമത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ നോക്കി, കുക്കർ എടുത്തടിക്കാൻ നോക്കി എന്നൊക്കെയാണ്. സിബിൻ ഇപ്പോൾ വയലന്റ് ആണെന്നും ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്നും അവർ അറിയിച്ചു. സിബിന് സ്കീസോഫ്രീനിയ ആണെന്നാണ് വീട്ടുകാരെ ധരിപ്പിച്ചത്. ആ ഫോൺ കോളോടുകൂടി മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ വിരോധമുണ്ടെന്നും എന്നെ പ്ലാൻ ചെയ്ത് കുരുക്കാൻ നോക്കുകയാണെന്നും. തിരിച്ച് എയർപോർട്ടിലെത്തിയ സിബിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ വാക്കൌട്ട് ചെയ്തതല്ല, പുറത്തു പോകണമെന്ന തീരുമാനം തന്റേതല്ല എന്നൊക്കെയാണ്. ഇതിന് പിന്നാലെ സിബിൻ ഒരു ത്രെഡ് കോൾ വന്നു. ഇനി മുതൽ മീഡിയയെ കാണാൻ പാടില്ലെന്നും അവരോടൊന്നും പറയാൻ പാടില്ലെന്നും അത് കോൺട്രാക്ട് വയലേഷൻ ആണെന്നും ഭീമമായ തുക കോമ്പൻസേഷൻ നൽകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ബിഗ് ബോസിലെ പല വീഡിയോകളും എഡിറ്റ് ചെയ്ത് സൈക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കി സിബിന് ഭ്രാന്താണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. തമിഴ്നാട് DGPക്ക് പരാതി നൽകുകയും അദ്ദേഹം അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് കേസന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കുന്നതിനായി സിബിനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചു. അതിനുശേഷമാണ് സിബിൻ പ്രസ് മീറ്റ് ഒരുക്കിയത്. ബിഗ് ബോസിന്റെ പിന്നണി പ്രവർത്തകർ ഇവർക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ അവരുടെ സ്വഭാവം മോശമാണെന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് പുറത്തുവിടുകയും അതിലും തീരാത്തവരെ മരുന്നുകൾ കൊടുത്ത് പരീക്ഷണ വസ്തുവായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് സിബിൻ ആരോപിച്ചു. എന്ത് മരുന്നുകളാണ് ഇവർ കൊടുക്കുന്നത്? ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇവർക്ക് ഈ മരുന്നുകൾ കൊടുക്കുന്നത്? മനുഷ്യരെ പരീക്ഷണ വസ്തുക്കളാക്കിക്കൊണ്ട് ഇവർ എന്താണ് കാട്ടുന്നത് എന്ന് സിബിൻ ചോദിക്കുന്നു. ഇതിന് കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നും ശരിയായ ദിശയിൽ അന്വേഷണം നടക്കുമെന്നും വിശ്വസിക്കുന്നു എന്ന് സിബിൻ പറഞ്ഞു.